ഗൈസേ, നമ്മുടെ ആഘോഷങ്ങളൊക്കെ അതിര് കടക്കുമ്പോൾ പൊളിയുന്നത് വേറെ ഏതൊക്കെയോ ജീവനുകളാണ്. അതിൽ പല അർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഇന്നലെ അഴീക്കോട് ഭാഗത്ത് നടന്നൊരു സംഭവം, ചെറിയൊരു മോൻ, വയസ്സ് ഒരു 9 വയസ്സുണ്ടാവും, മദ്രസയിൽ പഠിക്കുന്ന ഒരു മോന് ഇന്നലെ വി ഡി സതീശൻ സാറിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലൊക്കെ ഒരുപാട് ആഹ്ലാദം കൊണ്ടെത്തിയപ്പോൾ നമ്മുടെ അഴീക്കോടൻ നഷ്ടമായത് ഒരു ജീവനാണ്. അതിന് അദ്ദേഹത്തിന് പങ്കില്ല, പക്ഷേ അവിടെ ആഘോഷിച്ച ആൾക്കാർക്ക് അതിൽ പങ്കിട്ടു. ഞാനൊരു കുറ്റം പറയുന്നതല്ല, നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കണം. അങ്ങനെ അവർ ഇട്ടെറിഞ്ഞു പോയ ഒരു ചെറിയൊരു സ്പാർക്കിൽ നിന്ന് പറ്റിയതാണ് ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ ഒരു കുട്ടിയുടെ കാല് പോയി. പിന്നെ ഒരു മോനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രശ്നമില്ലെങ്കിലും തൻ്റെ സ്വന്തം സുഹൃത്ത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അത് ആ കുട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ മക്കളെ പടച്ചോൻ കാക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് റസൂൽ പഠിപ്പിച്ചത് വെറുതെ അല്ല. ആ ദുആ എപ്പോഴും കൊണ്ടു നടക്കണം. അള്ളാഹു നമ്മളെ കുടുംബക്കാരെ മക്കൾ, നമ്മുടെ മക്കൾ, കൂട്ടുകാർ, അതുപോലെ തന്നെ നമ്മുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, നമ്മൾ പഠിപ്പിക്കുന്ന മക്കൾ, എല്ലാവരെയും പടച്ചോൻ കാക്കട്ടെ. പ്രശ്നം തന്നെയാണ് കേട്ടോ അത്. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടാവും. ആ മോൻ വിചാരിച്ചിട്ടുണ്ടോ എല്ലാവരും മരിക്കും, പക്ഷെ അപകട മരണം, അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുക നമ്മൾ മക്കൾ മരിച്ചു പോകാന്ന് പറയുന്നത് ഭയങ്കര സങ്കടം തന്നെയാണ്. ആ മോനിക്ക് ദൈവം പടച്ചവൻ നന്മ കൊടുക്കട്ടെ. അതുപോലെ അവൻ്റെ ഖബറിൽ അല്ലാഹു തആല സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ കൂട്ടുകാരെ ഖബറിലേക്ക് ഇറക്കി കൊടുക്കട്ടെ. അവൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ. ഇതുവരെ റിക്കവറായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ആ കണ്ടപ്പോൾ വീണ തന്നെയാണ് പറഞ്ഞത്. ക്ഷമ പ്രദാനം ചെയ്യട്ടെ.